തൃശൂർ സ്വദേശികൾ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട സംഭവത്തിൽ ബിനിലിന്റെയും ജെയിനിന്റെയും മോചനത്തിന് ഇടപെട്ട് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വിഷയം റഷ്യൻ അംബാസിഡറെ നേരിട്ട് ബോധിപ്പിക്കും. 24 വാർത്തയെ തുടർന്നാണ് കാതോലിക്ക ബാവയുടെ ഇടപെടൽ. വിവരങ്ങളുമായി സൂരജ്. അവർ വലിയ സങ്കടകരമായ അവസ്ഥയിലായിരുന്നു. യുദ്ധമുഖത്തേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഇത്രകാലം കുറച്ചെങ്കിലും സേഫായിരുന്നു പറയാമെങ്കിൽ ഒട്ടും സേഫ്റ്റി ഇല്ലാത്ത മേഖലയിലേക്ക് പോകുന്ന ഈ സമയത്ത് ഇടപെടൽ ഏറ്റവും ക്രൂഷ്യൽ ഇടപെടലാണ്. നമുക്ക് വിജയം കാണുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ സൂരജ്? ഹാഷ്മി, അവസാന സമയത്ത് ഒരു ഇടപെടലാണ്. അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് സ്വാഗതം ചെയ്യേണ്ടതാണ്. കുടുംബം പറയുന്നത് തങ്ങൾക്ക് തീർത്തും എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 2 ജീവന് വേണ്ടി പ്രധാനമന്ത്രിയോട് അടക്കം കുടുംബം ഇന്ന് അപേക്ഷിക്കുന്ന രംഗങ്ങൾ ഇന്ന് നമ്മൾ പുറത്തുവിട്ടതാണ്. അവരെ സംബന്ധിച്ച് എന്തു ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരവസ്ഥ. ആ വാർത്ത നമ്മൾ, അതായത് ഇന്ന് കുടുംബത്തിന്റെ അവസ്ഥ ഇന്ന് പുറത്തുവിട്ടതോടുകൂടിയാണ് ഇതിനകത്തൊരു നിർണായക ഇടപെടലുമായി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് റഷ്യൻ സർക്കാരിന്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് റഷ്യയിലെത്തുന്നത്. ഈ ചടങ്ങിൽ വെച്ച ബാവ ഈ അംബാസഡറുമായി ഈ വിഷയം സംസാരിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ജെയിനിന്റെയും ബിനിലിന്റെയും കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. 24 വാർത്ത കണ്ടതിന് പിന്നാലെയാണ് താൻ വിളിക്കുന്നത് എന്നായിരുന്നു ഈ കുടുംബാംഗങ്ങളെ വിളിച്ചറിയിച്ചത്. പ്രാഥമികമായി വിവരങ്ങൾ തേടി അതിനുശേഷം അംബാസഡറുമായി സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ, പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യൻ എംബസി അടക്കം ഈ വിഷയത്തിൽ ഗൗരവമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ ഒന്നും ഫലത്തിലേക്ക് എത്തുന്നില്ല. കാരണം ഇവർ നിൽക്കുന്ന കമാൻഡർ ഇവരെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഇന്ത്യൻ എംബസിയുടെ അടക്കം ഇവരെ റിലീസ് ചെയ്യുന്നതിനുള്ള അപേക്ഷ കമാൻഡർ എടുത്തെത്തുമ്പോൾ അത് മടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം ഇവർ നിന്നിരുന്ന ഈ യുദ്ധത്തിൽ ഉള്ള സൈനികർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന മേഖലയിലായിരുന്നുവെങ്കിൽ അതിന് പകരം ഇവരെ യുദ്ധമുഖത്തേക്ക് എത്തുന്നു. ഫ്രണ്ട് ലൈൻ ഫൈറ്റേഴ്സ് ആക്കി ഇവരെ മാറ്റുകയാണ്. അത് 4 പേരടങ്ങുന്ന ടീമുകളെയാണ് ഈ മേഖലയിലേക്ക് വിന്യസിപ്പിക്കുക. ഇപ്പോൾ ഇനി ഇതിൽ ബാക്കിയുള്ളത് 4 പേരാണ്. ജെയിനും ബിനിലും മറ്റ് 2 റഷ്യൻ പൗരന്മാരടക്കം 4 പേരാണ് ബാക്കിയുള്ളത്. ഇന്നോ നാളെയോ അവരെ ഈ യുദ്ധമുഖത്ത് വിന്യസിപ്പിക്കുമെന്നുള്ളതാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന അവസാന സന്ദേശം. അങ്ങനെയെങ്കിൽ ഇവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ പോകും. അതാണ് പ്രധാനമന്ത്രിയോടക്കം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കുടുംബം ഇന്ന് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ ഇപ്പോൾ ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. എന്നാലും ഈ ഉന്നത തലങ്ങളിൽ നിന്ന് ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. ഹാഷ്മി, ഓക്കെ, എന്തായാലും ബാവയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇടപെടൽ അത് കാര്യക്ഷമമാണെങ്കിൽ ഈ പറഞ്ഞ ഉന്നത രാഷ്ട്രീയ നേതൃത്വം കൂടി ആ വിഷയത്തിൽ നിൽക്കണം. അത്രത്തോളം ദയനീയ സാഹചര്യത്തിലാണ് ആ 2 യുവാക്കൾ കൂലിപ്പട്ടാളത്തിൽ പെട്ടുപോയവരാണ്, പാവങ്ങൾ.